നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പേരുകളെല്ലാം എങ്ങനെയാണ് തിരുത്തുക, SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മോട് ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ. ആ രേഖയിലെ ചെറിയ തെറ്റുകൾ പോലും പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന രേഖയല്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന രേഖയല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ പേര്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരെല്ലാം കറക്റ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരാറുമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര്, മാതാപിതാക്കളുടെ പേരുകളെല്ലാം തിരുത്തുക എന്ന് വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. SIRമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മോട് ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ. പല സമയത്തും നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ നമ്മുടെ കൈവശം ഉണ്ടാകാറില്ല. എന്നാൽ പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രേഖയാണ്. ഇതിലുള്ള ചെറിയ തെറ്റുകൾ പോലും പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടെന്നും കൂടി ഉറപ്പുവരുത്തുക. പല ആളുടെയും ജനന സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇംഗ്ലീഷിൽ രേഖപ്പെടുത്താറില്ല. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര്, അത് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടെന്നും ഉറപ്പുവരുത്തുക. പല ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് തിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ വേണ്ടി നമ്മൾ ഓരോ ഓഫീസുകളും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. പേരിൻ്റെ കൂടെ വലിയ തെറ്റുകളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ 1 time അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കേണ്ടി വരിക. അതില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ കൂടി മറുപടി നൽകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ജോയിൻ ബട്ടൺ അല്ലെങ്കിൽ ജോയിൻ എന്ന് കാണുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ മാസം 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. അങ്ങനെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വാട്സപ്പിലുമായി ബന്ധപ്പെടാം. ഇതിൽ നിങ്ങൾ ഓരോ ഓഫീസിലും കയറി ഇറങ്ങാതെ തന്നെ വാട്സപ്പിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, അതുപോലെ തന്നെ വിദേശത്തുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്കെല്ലാം ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.